തിരുവനന്തപുരം വിളപ്പിൽശാല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ 37 വയസ്സുള്ള ബിസ്മീർ എന്ന യുവാവ് ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവം കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിമാനം തന്നെ ചോദ്യം ചെയ്യുകയാണ്. കൊല്ലംകോണം സ്വദേശിയും സ്വിഗ്ഗി ഡെലിവറി എക്സിക്യൂട്ടീവുമായ ബിസ്മീറിനെ കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്ന് രാത്രിയിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജീവനു വേണ്ടി പിടയുന്ന ഒരു മനുഷ്യനെ അവഗണിച്ച കാഴ്ചയാണ് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായത്. മനുഷ്യത്വമുള്ള ഒരാൾക്കും വേദനയില്ലാതെ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ ചികിത്സാ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ കേരള മോഡൽ ആരോഗ്യ സംവിധാനത്തെ വാനോളം പുകഴ്ത്തുന്ന കാഴ്ചകൾ നമ്മൾ പതിവായി കാണുന്നതാണ്. എന്നാൽ അതേ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവൻ കൈവിട്ടുപോയത്. ഇതാണ് നമ്മൾ നേരിടേണ്ട യാഥാർത്ഥ്യം. പുകഴ്ത്തലുകൾക്ക് അപ്പുറത്ത് ഇനിയും മാറേണ്ട അനവധി കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയിൽ ഒരു രോഗി ചികിത്സ തേടി എത്തുമ്പോൾ അവന്റെ നില ഗുരുതരമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഓക്സിജൻ സപ്പോർട്ട്, CPR പോലുള്ള അടിസ്ഥാന ജീവൻ രക്ഷാ നടപടികൾ ഉടൻ ആരംഭിക്കേണ്ടതാണ്. എന്നാൽ വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ സംഭവിച്ചത് അതിന്റെ നേരെ എതിരാണ്. ബിസ്മീറിനെ എത്തിച്ചപ്പോൾ പോലും വാതിലുകൾ തുറക്കാൻ ജീവനക്കാർ ശ്രമിച്ചില്ലെന്ന കുടുംബത്തിന്റെ ആരോപണം അതീവ ഗുരുതരമാണ്. രാത്രി സമയങ്ങളിൽ രോഗികൾ എത്തുമ്പോൾ ചില സർക്കാർ ആശുപത്രികളിൽ കാണുന്ന അവഗണനയും മന്ദഗതിയിലുള്ള സമീപനവും പുതുമയുള്ളതല്ല. അസുഖം കാരണം പിടയുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടും അസ്വസ്ഥതയോടെയുള്ള മുഖഭാവവും അനാസക്തമായ പെരുമാറ്റവും തുടരുന്ന പ്രവണത ആരോഗ്യ സംവിധാനത്തിന്റെ ആത്മാവിന് തന്നെ എതിരാണ്. ഈ സംഭവത്തെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ രംഗത്തുണ്ട്. എന്നാൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിൽ വിഷയം ഒതുങ്ങിപ്പോകരുത്. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ സ്റ്റാഫുകളുടെ ഭാഗത്ത് ഉണ്ടായ അശ്രദ്ധയെക്കുറിച്ച് കർശനമായ സുതാര്യമായ അന്വേഷണം നടത്തുകയാണ്. കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് നിയമപരമായ കടുത്ത നടപടി ഉറപ്പാക്കണം. ഇത് ഉത്തരവാദിത്തത്തിന്റെ വിഷയമാണ്. സർക്കാർ മെഡിക്കൽ സ്റ്റാഫുകളുടെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടത് ഒരു മനുഷ്യന്റെ ജീവനാണ്. ബിസ്മീറിന്റെ മരണം ഒരു മുന്നറിയിപ്പായി സർക്കാർ കാണണം. സർക്കാർ ആശുപത്രികളിൽ അടിയന്തര പരിചരണം ഉറപ്പാക്കുന്നതിന് കർശന പ്രോട്ടോകോളുകളും നിരന്തര പരിശീലനവും മനുഷ്യ സ്നേഹത്തെ കേന്ദ്രമാക്കിയ സമീപനവും അനിവാര്യമാണ്. ജീവൻ കാത്തുനിൽക്കുമ്പോൾ അടഞ്ഞ വാതിലുകൾ ഒരിക്കലും ഉണ്ടാകരുത്. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.